കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. ദൈവം നിങ്ങളെ എല്ലാവരെയും മാനസികമായും ഭൗതികമായും ശാരീരികമായും ആത്മീയമായും ശുശ്രൂഷാപരമായും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. ജെനസിസ് ടു റെവലേഷൻ എന്നാണ് ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ നാമകരണം ചെയ്തിരിക്കുന്നത്. കാരണം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങളാണ് നാം കുലങ്കഷമായി വിചാരണ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നിന്നാണ് എത്രയോ നാളുകളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു രാജകീയ പുരോഹിത വർഗം. അതിൽ പുരോഹിതന്മാരായിരുന്ന യഹൂദന്മാർ മുഖാന്തരം, ലേവിഗോത്രം മുഖാന്തരം യഹൂദന്മാരായിരുന്ന ജനത്തിന് അവർക്ക് ചെയ്യുന്ന അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾ, അകൃത്യങ്ങൾ, ലംഘനങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമായി പലവിധ യാഗങ്ങൾ കൊടുത്തിരുന്നു. അതിൽ 5-ാമത്തെ യാഗമാകുന്ന അകൃത്യയാഗം, അകൃത്യം ചെയ്തവൻ ചെയ്യുന്ന എല്ലാ അകൃത്യത്തിൻ്റെയും ഭാരം ഒരു കോലാടിന്മേലോ പ്രാവിൻ കുഞ്ഞിന്മേലോ കുറുപ്രാവിന്മേലെയോ ചുമത്തി അവർ ചെയ്യാത്ത പാപം ചെയ്ത മനുഷ്യന് വേണ്ടി അപരാധമായി അർപ്പിക്കപ്പെടുന്നു. ഈ ഭാഗം നാം പഠിച്ചു വന്നപ്പോൾ 9 പ്രധാന വിഷയങ്ങൾ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുയേശു അനുഭവിച്ച കഷ്ടത്തെക്കുറിച്ച് പഠിച്ചു. ഇതിൽ തിരുവചനത്തിൽ നാം ആരായിരുന്നു, എത്രത്തോളം അകൃത്യം ചെയ്തു, എത്രത്തോളം പാപം ചെയ്തു, എത്രത്തോളം ലംഘനം ചെയ്തു എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്ത് വരുന്നത്. അതിൽ ആദ്യമായി യെശയ്യാവ് പറഞ്ഞ ഒരു തിരുവചന ഭാഗം ഇവിടെ വായിച്ചു കൊള്ളട്ടെ. പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, സത്യദൈവത്തെ ഉപേക്ഷിച്ച് നടക്കുന്നവർ. യെശയ്യാവിൻ്റെ പ്രവചനം 1-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നാം കേട്ട വാക്യം വായിക്കപ്പെട്ടത്. അകൃത്യഭാരം ചുമന്ന് വളഞ്ഞ വഴിയിൽ നടക്കുന്നവർ എന്ന് സദൃശ്യവാക്യം 21-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ശലോമോൻ എഴുതിയിരിക്കുന്ന വാക്യമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ, ഈ ലോകത്തിൻ്റെ കാലഗതികളിലും ആകാശത്തിലെ അധികാരത്തിനും അനുസരിച്ച് നടന്നവർ, അനുസരണക്കേടിൻ്റെ മക്കളായി നടന്നവർ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളുമായി നടന്നവർ. എന്തിനാണ് ഇത്രമാത്രം എഫെസ്യരോട് പറഞ്ഞത്? അവർ ആരാധിക്കുന്നതും സേവിക്കുന്നതും ആകാശത്തിൽ നിന്ന് വീണ തളികയിലിരിക്കുന്ന ഡയാന ദേവിയാണ്. അപ്പോൾ ഡയാന എന്ന ദേവിക്ക് ആകാശത്തിലെ സകല അധികാരവും ഉണ്ട് എന്നും അവളെ സേവിക്കുന്നവർ അതിൻ്റെ അടിമകളും മക്കളുമാകുന്നു എന്നുള്ളൊരു വിശ്വാസം എഫേസ്യ ലോകത്തിൽ എഫേസ്യയിലെ അർത്തമീസിനെ ആരാധിച്ചവർക്കുണ്ടായിരുന്നു. അത് ഖണ്ഡിച്ചുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എഴുതിയത്. അന്ന് നമ്മൾ ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും, എന്ത് അതിക്രമം ചെയ്താലും എന്ത് പാപം ചെയ്താലും ഡയാനയെ പ്രസാദിപ്പിക്കുന്ന ഒരു നിവേദിതം, ഒരു വഴിപാട് കഴിച്ചാൽ മതി, എത്ര വേണമെങ്കിലും അത് തുടരാം എന്നുള്ള ഒരു പഠിപ്പിക്കൽ. അതുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചവർ, ഈ ലോകത്തിൻ്റെ കാലഗതികളിലും ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളുമായി നടന്നവർ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. അടുത്ത് താൻ എഴുതുകയാണ്, എന്നാൽ കരുണാസമ്പന്നനായ മഹോന്നത ദൈവം നമ്മുടെ അകൃത്യം, നമ്മുടെ പാപം, അനുസരണക്കേടിനാൽ ചെയ്ത പാപങ്ങളെല്ലാം ദൈവ കുഞ്ഞാടാകുന്ന ക്രിസ്തുയേശുവിൻ്റെ മേൽ ചുമത്തി. എഫെസ്യർക്ക് 2:4 കൂടെ ചേർന്ന് വായിച്ച് യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം 6 വായിക്കണം. നമ്മുടെ പാപത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദാവീദ് 139-ാം സങ്കീർത്തനത്തിൽ, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അകൃത്യത്തിൽ
ഞാൻ ഉരുവായി, അകൃത്യത്തിൽ ഞാൻ ഉരുവായി എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ അങ്ങനെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, എന്നെക്കുറിച്ച് നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന്. എത്ര വാസ്തവമാണ്! ആരംഭം പാപത്തിൽ, വളർച്ച പാപത്തിൽ, ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം പാപത്തിൽ. പാപമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അവനെ തന്നെ വഞ്ചിക്കുന്നു. നമ്മെ രാജകീയ പുരോഹിതവർഗം ആക്കേണ്ടതിന് വേണ്ടി അകൃത്യയാഗമായി സ്വന്തം പിതാവിനാൽ നൽകപ്പെട്ട കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു അകൃത്യയാഗമായി അർപ്പിക്കപ്പെടുന്ന യാഗമൃഗം എപ്രകാരം കുറ്റമറ്റതും ഊനമില്ലാത്തതും ആയിരിക്കുന്നുവോ, അതുപോലെ ഒട്ടും വ്യത്യാസമില്ലാതെ എത്രമാത്രം കുറ്റരഹിതനായിരുന്നുവെന്ന് കാണുക. ഒരിക്കൽ കൂടെ പറയാം. വീട്ടുകാർ അകൃത്യം ചെയ്ത വ്യക്തി ആ ആടിനെ നോക്കുന്നു, അതിൻ്റെ കുറ്റം വല്ലതുമുണ്ടെങ്കിൽ മാറ്റി വേറെ കുറ്റമറ്റതിനെ എടുക്കുന്നു. വഴിപോക്കർ ഇതിനെ എവിടെ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ, സ്വതന്ത്ര വിഹാരം ചെയ്തുകൊണ്ടിരുന്ന ആടല്ലേ, കെട്ടി എവിടെ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ അകൃത്യയാഗം അർപ്പിക്കുവാനാകുന്നു എന്ന് പറയുന്നു. അവിടെ അവരും ആ മൃഗത്തെ നോക്കുന്നു. കാരണം സത്യം പറഞ്ഞ ശേഷം കുറ്റം എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്താൽ മറച്ചു വെക്കരുതല്ലോ. യാഗപീഠത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ പുരോഹിതന്മാർ തലങ്ങും വിലുങ്ങും പരിശോധിച്ചു നോക്കുന്നു. അങ്ങനെ കുറ്റമറ്റതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൽ എത്രമാത്രം കുറ്റമില്ലായ്മ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണേണ്ടതിന് തിരുവചനം നോക്കണം. 30 വെള്ളിക്കാശിന് ഒന്നാമത്തെ സാക്ഷിയാണ്. ഒറ്റുകൊടുത്ത കർത്താവിനെ ഒറ്റിക്ക് കൊടുത്തതല്ല. പലരും പറയുന്നതൊക്കെ കേൾക്കാം, ഒറ്റിക്ക് കൊടുത്തു എന്നൊക്കെ. ഒറ്റിക്ക് കൊടുത്തതല്ല, ഒറ്റുകൊടുത്തു എന്ന് പറയണം. ഒറ്റിക്കൊക്കെ കൊടുത്തിരുന്ന പഴയ കാലങ്ങളിൽ വസ്തുവകകളാണ് പാട്ടം വെക്കുക, എന്നിട്ട് അതിനെ തിരിച്ചെടുക്കുക. എന്നാൽ ഒറ്റുകൊടുക്കുന്ന അങ്ങനല്ല. അവനെ എന്നേക്കുമായി പണം വാങ്ങി ശിക്ഷ കേൾപ്പിച്ചു കൊടുക്കുക എന്നാണ്. അതുകൊണ്ട് യൂദ തന്നെ കർത്താവിന് ഒറ്റുകൊടുത്തവൻ പറയുന്നു, ഇവൻ കുറ്റമില്ലാത്തവൻ, ദൈവപുത്രൻ കുറ്റമില്ലാത്തവൻ. മത്തായി എഴുതിയ സുവിശേഷം 27:4. അടുത്തത്, റോമൻ ചക്രവർത്തിയാൽ നിയമിതനാക്കപ്പെട്ടിരിക്കുന്ന അന്നത്തെ അവിടുത്തെ ന്യായാധിപൻ പീലാത്തോസ് പറഞ്ഞു, ഇവൻ നീതിമാൻ. മത്തായി സുവിശേഷം 24:4 എന്ന് പറഞ്ഞാൽ, ഒരു ന്യായാധിപതി നീതിമാനായ ഒരുവനെ വിധിച്ച് കഴിഞ്ഞാൽ അവൻ നീതീകരിക്കപ്പെട്ട് പുറത്തു വരണം. പക്ഷേ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവർ പറഞ്ഞു, ഇവനെ നീ വെറുതെ വിട്ടാൽ നീ കൈസറുടെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയില്ല. എന്തിനാണ് ആ പദം പറഞ്ഞതെന്നറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമാനം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സിവിലിയൻ ഹോണർ ഭാരതരത്നയാണ്. ചുമ്മാതെ ആർക്കും അത് കൊടുക്കുകയില്ല. പിന്നെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, വീരചക്രം ഒത്തിരി ഉണ്ടല്ലോ. ഇതുപോലെ ചക്രവർത്തിയാകുന്ന കൈസറിൽ നിന്നൊരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ ബഹുമതിയാണ് ഫ്രണ്ട് ഓഫ് സീസർ. അവന് യാത്ര ചെയ്യുവാൻ ആർക്കും അനുവാദം കൊടുക്കണ്ട. എവിടെ ചെന്നാലും അവന് താമസ സൗകര്യം, എവിടെ ചെന്നാലും അവന് ഫ്രീ ഫുഡ്. അവൻ എവിടെ ചെന്നാലും അവൻ ആ കീർത്തിമുദ്ര പ്രാപിച്ചവനാകയാൽ അവനൊരു പ്രത്യേക വ്യക്തിയാണ്. ചക്രവർത്തിയെ കാണുവാൻ ഏത് സമയത്തും ചെല്ലാം. ചക്രവർത്തി തിരുമനസ്സുമായി എപ്പോഴും ബന്ധം വെക്കാം. ചക്രവർത്തി തിരുമനസ് വരുന്നിടത്ത് കയറി ആ സദസ്സിലിരിക്കും. ഇങ്ങനെ ഒരുപാട് പദവികളുണ്ട്. ഒരിക്കൽ ആ പദവി ലഭിച്ചാൽ പിന്നീട് വേല ചെയ്യേണ്ട, ജോലി ചെയ്യേണ്ട, ഗവൺമെൻറ് കൊടുക്കുന്ന, സർക്കാർ കൊടുക്കുന്ന പണം വാങ്ങി ഉപജീവനം ചെയ്തുകൊണ്ടാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യണം, ഇവിടെ നിന്റെ വിധിയെല്ലാം നല്ലതായിരുന്നു, അതുകൊണ്ട് ഇവനെ കുറ്റം വിധിക്കണം, ഇവനെ ശിക്ഷ വിധിക്കണം എന്ന് അവർ പറഞ്ഞതുകൊണ്ട് നീതിമാൻ എന്ന് ബോധ്യം വന്നിട്ട് പോലും കർത്താവിനെ വെറുതെ വിട്ടില്ല. മൂന്നാമത്തെ സാക്ഷ്യം, ശതാധിപൻ, ക്രൂശിന്റെ അടുക്കൽ നിന്നിരുന്ന ശതാധിപൻ സത്യത്തിൽ ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറയുന്നു. സാധാരണ മനുഷ്യപുത്രനല്ല, കുറ്റമില്ലാത്തൊരു വ്യക്തി എന്നല്ല, അവൻ സത്യത്തിൽ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന് മത്തായി എഴുതിയ സുവിശേഷം 27 54 അപ്പം നീതിമാനായിരുന്നു പറഞ്ഞത് 27:4. ഇനിയും കള്ളൻ, കൂട്ടുപ്രതി, 2 കള്ളന്മാര് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ബണ്ടിറ്റുകൾ, കൊലപാതകന്മാർ, പിടിച്ചുപറിക്കാർ, വഴിയിൽ ആരെ കണ്ടാലും നമ്പർ 1 ഗുണ്ട ആയിരുന്ന 2 പേർ. അവരിൽ ഒരാൾ പറഞ്ഞു, അരുതാത്തതൊന്നും ഇവൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, മനുഷ്യന് ചെയ്യേണ്ടത് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ.
ലൂക്കോസിൻ്റെ സുവിശേഷം 23:41. ഹെരോദാവ് അവൻ്റെ വിസ്താരത്തിന് വേണ്ടി പീലാത്തോസ് കൈ കഴുകി അയച്ചതാണ്. ഇവൻ ഗലീലയിൽ നിന്നുള്ളവനാണെന്ന് മനസ്സിലാക്കി പീലാത്തോസ് അവനെ കണ്ടു, ഹെരോദാവ് അവനെ കണ്ടു, അവനിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ചു. നിശ്ചയമായിട്ടും അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവനെ കൊട്ടാര സ്നേഹിതനായി അവിടെ പാർപ്പിക്കുമായിരുന്നു. അതുകൊണ്ടല്ല, കർത്താവ് അതിനുവേണ്ടി വന്നതല്ലല്ലോ. അത്ഭുതം കാണിച്ച് രക്ഷപ്പെടാൻ വന്നവനല്ല. മായാജാലങ്ങളും വീര്യപ്രവൃത്തികളും കാണിച്ച് കാശ് വാങ്ങിക്കാൻ വന്നവനല്ല. കർത്താവ് ദൈവപുത്രനാണെന്ന് തെളിയിച്ചത് അവൻ്റെ മരണത്തെയും അവൻ്റെ അടക്കലിനെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് അവൻ ദൈവപുത്രനായി നമ്മൾ അംഗീകരിച്ചത്. കാരണം അന്നും ഇന്നും എന്നും എവിടെയും മായാജാല പ്രവൃത്തി ചെയ്യുന്ന മജീഷ്യന്മാരുണ്ടല്ലോ, അവരെ ആരെയും നമ്മൾ ദൈവമായി സ്വീകരിക്കുന്നില്ല. പിന്നെ എന്തിന് അവൻ ദൈവപുത്രനായി നമ്മൾ സ്വീകരിച്ചു? മരണത്തിന് അവനെ അടക്കി വെക്കുവാൻ കഴിയാതിരുന്നത് കൊണ്ട് മാത്രം. അതുകൊണ്ട് പീലാത്തോസിൻ്റെ ആഗ്രഹം നിറവേറ്റിച്ച് അവിടെ ചില ചെപ്പടി വിദ്യകളൊന്നും കാണിപ്പാൻ കർത്താവ് തുനിഞ്ഞില്ല എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം വന്നത് അവൻ മരിക്കുവാൻ വേണ്ടിയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 6ാമത്തെ തെളിവ് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്. കർത്താവിൻ്റെ ആദ്യ അപ്പസ്തലനായിരുന്ന പത്രോസ് 1-ാമത്തെ ലേഖനം 1:19 കർത്താവ് മരണ പുനരുത്ഥാനാനന്തരം സ്വർഗാരോഹണം ചെയ്ത് പെന്തക്കോസ്ത് ദിവസത്തിൽ അഭിഷേകം പ്രാപിച്ച് ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്തി സഭകൾ സ്ഥാപിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്ത ദൈവദാസൻ പറയുകയാണ്, അവൻ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടാകുന്നുവെന്ന്. എന്തിനാണ് ഈ 6 തെളിവുകൾ എടുത്തത്? തിരുവചനത്തിൽ വളരെ ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ, 2 or 3 പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാമെന്ന്. ഇവിടെ 2 ഉം 3 ഉമല്ല, 2 × 3 6 സാക്ഷികളുടെ വായ്മൊഴിയാൽ കാര്യം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഉറപ്പാക്കി. അവൻ കുറ്റമില്ലാത്തവനാണ്, അവൻ ദൈവപുത്രനാണ്, അവൻ ദോഷരഹിതനാണ് ഇത്യാദി കാര്യങ്ങൾ. കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനത്തിൽ വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് അത് എഴുതിയിരിക്കുന്നു. 2 or 3 പേർ സാക്ഷ്യം പറഞ്ഞാൽ അത് ഉറപ്പിക്കണം എന്ന് 13-ാം അധ്യായം 2-ാമത്തെ വാക്യവും, സംഖ്യാപുസ്തകം 35:30, ആവർത്തന പുസ്തകം 17:6, 7, 19:15 അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ 6 ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നു. 2 or 3 പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാം. 6 തെളിവുകൾ നമ്മളിവിടെ നിരത്തി വെച്ചു കഴിഞ്ഞു. യേശുക്രിസ്തുവും നമ്മുടെ പാപങ്ങളും എന്നുള്ള വിഷയമാണ് അല്പമായി ചിന്തിക്കേണ്ടത്. നമ്മുടെ പാപങ്ങളും ലംഘനങ്ങളും അകൃത്യങ്ങളും കർത്താവ് ക്ഷമിച്ചു. യേശുക്രിസ്തുവും നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും അത് കർത്താവ് ക്ഷമിച്ചു. 32-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. കടിഞ്ചുവപ്പായിരുന്നു നമ്മുടെ പാപം, ഹിമം പോലെ വെളുപ്പിച്ചു. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. രക്താംബരം പോലെ ചുവപ്പായിരുന്ന പാപത്തെ ഹിമം പോലെ വെണ്മയാക്കി. യെശയ്യാ പ്രവചനം 1:18. 4 നമ്മുടെ അകൃത്യം മോചിച്ചു. യെശയ്യാ പ്രവചനം 33:24. 5 കാർമുകിലും മേഘവും മാഞ്ഞു പോകും പോലെ നമ്മുടെ ലംഘനങ്ങളെയും പാപങ്ങളെയും കർത്താവ് മായിച്ചു കളഞ്ഞു. യെശയ്യാ പ്രവചനം 44:22. വേദപുസ്തകം പഠിപ്പാൻ താല്പര്യമുള്ള ദൈവദാസീദാസന്മാർക്ക് വേണ്ടിയാണ് ഈ ഭാഗങ്ങളെല്ലാം ഇവണ്ണം മുറയായി പഠിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്നത്. സ്തോത്രം. അടുത്തത് 6ാമത് യേശുക്രിസ്തുവും നമ്മുടെ പാപവും തമ്മിലുള്ള വിഷയമാണ്. നമ്മുടെ അകൃത്യം ഒക്കെയും മോചിച്ചു, ഒന്നുപോലും ശേഷിക്കാതെ. സ്തോത്രം. 103-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി. സങ്കീർത്തനം 103:13. നാം ചെയ്ത അകൃത്യങ്ങൾ സഞ്ചിയിലാക്കി മുദ്രയിട്ടു, അകൃത്യം കെട്ടി പറ്റിച്ചു. ഇനിയും അകൃത്യം അവിടെ ശേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഉറവയിൽ അതിൻ്റെ ഉറവ വന്ന് നിറയുന്നത് പോലെ അതിൻ്റെ ഉറവ പോലും ദൈവം പറ്റിച്ചു കളഞ്ഞു. യോബിൻ്റെ പുസ്തകം 14:17. 9ാമത്തെ കാര്യം, നമ്മുടെ കർത്താവും നാം ചെയ്ത പാപവും തമ്മിലുള്ള ബന്ധം. അവൻ നമ്മോട് കരുണ കാണിച്ച് നമ്മുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ചവിട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. ഇവിടെ ഒരു കഥ ഓർമ്മ വരികയാണ്. ഒന്നിച്ചൊരേ ക്ലാസ് മുറിയിൽ പഠിച്ച 2 വ്യക്തികൾ. ഒരാൾ പഠിച്ച് ഡോക്ടറായി, മറ്റേ ഒരാൾ പഠിക്കാതെ ജോലി ചെയ്തു, കർത്താവ് വിളിച്ചു, ശുശ്രൂഷകനാക്കി.
നാളുകൾ കഴിഞ്ഞു 2-3 ദശകങ്ങൾ കഴിഞ്ഞു. അവിചാരിതമായി രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. സ്നേഹിതന്മാർ, പൂർവ്വകാല സുഹൃത്തുക്കളല്ലേ. ഒരുവൻ തൻ്റെ ഭാര്യയോടുകൂടെ വണ്ടിയിൽ നിന്നിറങ്ങി, മറ്റേയാൾ തോളിയിൽ തൂക്കുസഞ്ചിയും ഇട്ട് ട്രാക്ടർ കൊടുത്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. രണ്ടുപേരും കണ്ടു, കെട്ടിപ്പിടിച്ചു, സംസാരിച്ചു, കൈകൊടുത്തു. ഈ വലിയ മനുഷ്യൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഈ മനുഷ്യൻ പണ്ട് താമസിച്ചിരുന്നത്. പഞ്ഞവും പട്ടിണിയും മുഖാന്തരം ഇവർ ആ ഭാഗം മാറി വേറൊരു ഭാഗത്ത് താമസിച്ചു. ഈ വലിയ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ഉപദേശിയെ കൊണ്ടുപോയി ഇരുത്തി. മുൻപിലത്തെ മുറിയിൽ കൊട്ടാരതുല്യമായ കെട്ടിടമാണ്. അദ്ദേഹം ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. ഇരുത്തി ഭാര്യയോടുകൂടെ കാപ്പി ഉണ്ടാക്കി വരുന്നിടം വരെ ക്ഷമയോടുകൂടെ ഇരിക്കണമെന്ന് പറഞ്ഞ് അകത്തുപോയി. എന്നാൽ ചുമ്മാതിരിക്കണ്ട എന്നും പറഞ്ഞ് ഡോക്ടറുടെ വീടിൻ്റെ മുന്നിലെ ലിവിംഗ് റൂമിലെ മുൻപിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന കൊച്ചുമേശയിൽ ഇരിക്കുന്ന പുസ്തകം എടുത്ത് വായിച്ചു. സമുദ്രശാസ്ത്രം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആ ദിവസങ്ങളിലെ പഠിപ്പിക്കലിൻ്റെ വിഷയമാണ്. ഭൂമിയിലെ വലിയ സമുദ്രങ്ങളുടെ വ്യാപ്തിയും വലിയ സമുദ്രങ്ങളുടെ ആഴവും അതിനകത്ത് കിടക്കുന്ന വെള്ളത്തിൻ്റെ ആകത്തുകയും ഒക്കെ കണ്ടിട്ട് ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. ആ ഉപദേശി അറിയാതെ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ. ദിശ അത് ഞെട്ടിക്കുന്ന വിധത്തിൽ അടുക്കളയിലായിരുന്ന ഭാര്യയും ഭർത്താവും ഓടി വന്നപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് 2 കൈയും പൊക്കി നിന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ മഹത്വകരമായ കാഴ്ച കണ്ടു. എന്തേ എന്ന് അറിയാതെ നോക്കി നിന്നു. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹം കസേരയിലിരുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, ഞാൻ പസഫിക് സമുദ്രത്തിൻ്റെ ആഴം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതാണ്. അതെന്താണ് കാരണം? അവൻ നിൻ്റെ പാപത്തെയും അതിക്രമത്തെയും മുദ്രയിട്ട് കെട്ടിപ്പറ്റിച്ചു എന്നും എൻ്റെ പാപത്തെയും അകൃത്യത്തെയും ചവിട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ടു എന്ന് കണ്ടതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചതാണ്. പസഫിക് സമുദ്രത്തിന് 6 മൈൽ ആഴമല്ലേ, 16,696 10 കിലോമീറ്റർ ആഴമല്ലേ, ഇനിയും അത് പൊങ്ങി വരികയില്ല എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയതാണ്. 10ാമത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തികളെ പരസ്യമായി കാഴ്ചയാക്കി. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. നമ്മളുടെ പാപവും ദൈവപുത്രനും തമ്മിലുള്ള ബന്ധം നോക്കണം. 11ാമത്തെ വിഷയം, അവൻ്റെ പുത്രനെ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധന്മാരാക്കി. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 12ാമത്, ഇவ்விധത്തിൽ ദൈവപുത്രൻ സ്വയം അകൃത്യയാഗമായി യാഗാർപ്പണം ചെയ്ത് ആത്മീയ അന്ധകാരത്തിൽ നിന്ന് നമ്മെ അത്ഭുത പ്രകാശമാകുന്ന ദൈവകൃപയിലേക്കാണ് വിളിച്ചത് എന്ന് മറന്നു പോകരുത്. എന്തിനു വേണ്ടി വിളിച്ചു? രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ ജനവും സ്വന്തം ജനവും. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക, അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയാക്കി. 3 വിശുദ്ധ വംശമാക്കി, സ്വന്തം ജനവും ആക്കി. ഇവയത്രേ രാജകീയ പുരോഹിതവർഗത്തിന് യേശു ക്രിസ്തു അകൃത്യയാഗമായി തീർന്നതിനാൽ ഉണ്ടായ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ. നാം എന്ത് വില കൊടുത്താലും അത് പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കി ദൈവകൃപയിൽ ആശ്രയിക്കാം. ദൈവത്തെ നമുക്ക് ആരാധിക്കാം, അവനോട് നന്ദിയുള്ളവരാകാം. വിഷയം തീർന്നില്ല, വിഷയം തുടരുന്നു. രാജകീയ പുരോഹിത വർഗം. കർത്താവും ദൈവമായുള്ള ദൈവമേ, അങ്ങയുടെ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് അങ്ങയുടെ ദിവ്യമായ വരവിനുവേണ്ടി ഒരുക്കിക്കൊള്ളണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.